الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اصبروا وصابروا ورابطوا واتقوا الله لعلكم تفلحون ബഹുമാന്യരായ വിശ്വാസിനികളെ, സഹോദരന്മാരെ, സഹോദരികളെ, സൃഷ്ടിച്ചു പരിപാലിച്ചു വരുന്ന അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾക്ക് വഴിപ്പെട്ട് ജീവിക്കണമേ എന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്. തഖ്വയോടുകൂടി ജീവിച്ച് അവസാനം കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചു മരണപ്പെടുവാനും നാളെ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ചു കൂടാനുമുള്ള തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, നമ്മളാകുന്ന ഉമ്മത്ത് ഖൈറു ഉമ്മ, ഉമ്മത്തുൻ വസത്ത് എന്നിങ്ങനെ പല വിശേഷണങ്ങൾ അള്ളാഹു നമുക്കാണ് നൽകിയിട്ടുള്ളത് എന്ന് നമ്മൾ ധാരാളമായി കേട്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മുടെ ഒരു വലിയ ഗുണമാണ് തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ എന്നൊക്കെ ഖുർആൻ പറഞ്ഞത്. നന്മ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി പ്രയത്നിച്ചുകൊണ്ടേയിരിക്കുന്ന, നന്മയുടെ സംസ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ, അതേപോലെ തിന്മയുടെ വിപാടനത്തിന് വേണ്ടി അധ്വാനിക്കുന്നവർ, അത് നമ്മുടെ ഒരു വലിയ സിഫത്തായി അള്ളാഹു ഈ ഖൈറു ഉമ്മയെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അതിനൊക്കെ നമുക്ക് വലിയ ബേസായി, അടിസ്ഥാനമായി നമ്മുടെ കൂടെയുള്ളത് ഈമാനാണ്. തുഅ്മിനൂന ബില്ലാഹ് എന്ന് അള്ളാഹു വേറെയും വിശദീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ അള്ളാഹുവിൽ ഈമാനുള്ള ആൾക്കാരാണ്. അവ ഈമാനുള്ള ആളുകളുടെ ഒരു വലിയ ഗുണം അവർ ഖൈറു ഉമ്മയാണ്. അവർ നന്മയുടെ സംസ്ഥാപനത്തിന് വേണ്ടിയും തിന്മയുടെ വിപാടനത്തിനു വേണ്ടിയും അധ്വാനിക്കുന്നവരാണ് എന്നൊക്കെ നമുക്കുള്ള വിശേഷണങ്ങളാണ് എന്ന് ചുരുക്കം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെയുള്ള ആയത്തുകൾ പരിശുദ്ധ ഖുർആനിൽ നമ്മുടെ മനസ്സിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഗുണങ്ങളുള്ള ആളുകൾക്ക് വിജയമുണ്ട് എന്ന് പറയുന്നുണ്ട്. ആ ഗുണങ്ങളൊക്കെയ ആളുകൾക്ക് മാത്രമാണ് വിജയം എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു എന്ന് മാത്രമല്ല, ആ വിജയത്തിലേക്ക് എത്തുന്ന രീതിയിൽ നമ്മൾ അധ്വാനിക്കണം എന്ന് ഖുർആനിന്റെ അധ്യാപനമാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്തു ആലു ഇംറാൻ 3-ാമത്തെ അധ്യായത്തിന്റെ 200-ാമത്തെ ആയത്തിലൂടെ പഠിപ്പിച്ചത് നമുക്ക് കേൾക്കാം. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ മുഅ്മിനുകളെ, സത്യവിശ്വാസികളെ, ഇസ്ബിറു, നിങ്ങൾ ക്ഷമയോടുകൂടി മുന്നോട്ട് പോകണം. വസ്വാബിറു, ക്ഷമയിൽ മറ്റുള്ളവരെ മുൻകടക്കണം, നിങ്ങൾ മികവ് പുലർത്തണം ക്ഷമയുടെ കാര്യത്തിൽ. വറാബിതു,
നിങ്ങളെപ്പോഴും സുസജ്ജരായി മുൻകരുതലോടുകൂടി സജ്ജരായിരിക്കണം എന്ന് ഖുർആന്റെ അധ്യാപനമാണ്. വത്തഖുല്ലാഹ്, നിങ്ങൾ തഖ്വയോടുകൂടി ജീവിക്കണം. ഇതൊക്കെയുണ്ടെങ്കിൽ ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് വിജയം വരിക്കാൻ അത് മതിയാകും. നിങ്ങൾ വിജയം വരിക്കാൻ വേണ്ടിയാണ്, വിജയിക്കുന്നവരുടെ കൂട്ടത്തിലാകാൻ വേണ്ടിയാണ് അള്ളാഹു ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകണം എന്ന് നമ്മോട് പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ എപ്പോഴും സജ്ജരായിരിക്കണം എന്ന് പറയുമ്പോൾ അതിനൊരുപാട് അർത്ഥതലങ്ങളുണ്ട്. ഈ ആയത്തിലുള്ളത് പറയുന്നുണ്ട്. ആ ഖൈറു ഉമ്മയുടെ ഗുണഗണങ്ങൾ എന്നുള്ള നിലക്ക് ഓരോന്നും ഏറ്റെടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. അത് എന്തിന് ഏറ്റെടുക്കണമെന്ന് ചോദിച്ചാൽ ഉത്തരം വേറൊന്നുമല്ല ഉള്ളത്. നമുക്ക് റബ്ബിന്റെ അടുക്കൽ വിജയം വരിക്കുന്നവരുടെ കൂട്ടത്തിലാകണം. ആ വിജയത്തിന്റെ പാന്താവിലേക്ക്, വിജയത്തിന്റെ വഴിയിലേക്ക് നമ്മൾക്ക് എത്താൻ സാധിക്കണമെങ്കിൽ എപ്പോഴും ദീനിന്റെ മാർഗത്തിൽ ക്ഷമിച്ച് മുന്നേറുന്ന ആൾക്കാരായിരിക്കണം. അതോടൊപ്പം തന്നെ എപ്പോഴും സുസജ്ജരായി മുൻകരുതലോടുകൂടി കാത്തിരിക്കുന്നവരായിരിക്കണം. ഇതൊക്കെ അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നു എന്നതാണ് ഇപ്പൊ പറഞ്ഞതിന്റെ ചുരുക്കം. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സജ്ജരായിരിക്കുക എന്നതിനെ കുറിച്ച് വിശദീകരിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. അക്കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഒരു തലം തൊട്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ എപ്പോഴും നമ്മൾ എന്തിനും തയ്യാറായിക്കൊണ്ട് കരുതിയിരിക്കുക എന്നുള്ളിടത്തേക്ക് വരെ. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നമസ്കാരം കഴിഞ്ഞാൽ അടുത്ത ഒരു നമസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കുക, അതിനെ പ്രതീക്ഷിച്ചിരിക്കുക. അടുത്ത ഒരു ബാങ്ക് വന്നെത്തിക്കഴിഞ്ഞാൽ, ചെവിയിൽ മുഴക്കം കേട്ടുകഴിഞ്ഞാൽ, ബാങ്കിന് വേണ്ടി ഞാൻ ആ ശബ്ദ നമസ്കാരത്തിന് വേണ്ടിയുള്ള വിളി കേട്ടുകഴിഞ്ഞാൽ ഞാനിതാ നമസ്കാരത്തിന് എത്തുകയാണ് എന്നുള്ള ആ ജാഗ്രത, അത് റാബിതു എന്നതിന്റെ കൽപ്പനയിൽ ഉൾപ്പെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഒരു ഹദീസിലുണ്ട്. അവിടം തൊട്ട് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് എപ്പോൾ ഞാൻ പുറപ്പെടണം എന്ന് എന്റെ റബ്ബിന്റെ കൽപ്പനയായിക്കൊണ്ട് എന്റെ മുന്നിലേക്ക് എത്തുന്നുവോ അപ്പോൾ ഞാൻ അതിന് തയ്യാറാണ് എന്നയിടത്തേക്ക് വരെ നമ്മളെപ്പോഴും റാബിത്തുകളാകണം എന്ന് ആ അർത്ഥതലങ്ങൾ അങ്ങനെയൊക്കെ വിശദീകരിച്ചിട്ടുള്ളതിന്റെ ഒരുപാട് തഫ്സീറുകൾ, ഹദീസുകൾ വെച്ചുകൊണ്ട് വിശദീകരിച്ചതൊക്കെ നമുക്ക് ഒരുപാട് കേട്ടിട്ടുണ്ട്. നമ്മുടെ മനസ്സുകളിൽ ഉള്ളതായ കുറെ കാര്യങ്ങളാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ബാധ്യത നിർവഹണത്തിന്റെ ഭാഗത്ത് നമുക്ക് ദുനിയാവിനോടുള്ള പ്രേമം എന്നതിനേക്കാളൊക്കെ കൂടുതൽ മികവാർന്ന നിലക്ക് നമ്മളിൽ ഉണ്ടാകേണ്ടത് നാളെ റബ്ബിന്റെ കോടതിയിൽ എനിക്ക് സ്വർഗം കിട്ടുന്ന രീതിയിലായിരിക്കണം എന്റെ പ്രവർത്തനങ്ങൾ, എന്റെ ജീവിതം. നമ്മൾ ഓരോരുത്തരും അങ്ങനെയാവുക എന്നുള്ളയിടത്ത് നമ്മൾ അവിടെയുണ്ട് എന്നുള്ള പരിശോധന, അതാണ് നമ്മൾ നിരന്തരമായി നടത്തിക്കൊണ്ടേയിരിക്കേണ്ടത്. പലപ്പോഴും അങ്ങനെ നടത്തുമ്പോൾ ഒരുപാട് പോരായ്മകൾ ഈ വിഷയത്തിൽ നമ്മൾ തന്നെ കൊണ്ട് നടക്കുന്നുണ്ട്, നമ്മുടെ ജീവിതത്തിലുണ്ട്. അതിന് കാരണമാകട്ടെ ദുനിയാവിനോടുള്ള പ്രേമമാണ് എന്നുള്ളത് നമ്മൾ സ്വയമേവ പരിശോധിച്ചു കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്ന സത്യമാണ്. നമ്മുടെ വ്യക്തിത്വമുണ്ട്, ഇസ്ലാമിന്റെ വ്യക്തിത്വമാണത്. ഇസ്ലാമിക വ്യക്തിത്വം എന്ന് പറയുന്നതിന് അതിൻ്റെതായ ഒരു മികവുണ്ടല്ലോ. ആ മികവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ആ മികവാണ് പരിശുദ്ധ ഖുർആനിലൂടെ നമ്മൾ കേൾക്കുന്നത്. നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആ മികവിന്റെ ഭാഗമായിട്ടുള്ളതാണ്. അഥവാ ഖൈറു ഉമ്മയുടെ ഗുണങ്ങളായി നമ്മൾ കൊണ്ടു നടക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളത്. പക്ഷേ പലപ്പോഴും എന്താണെന്നറിയോ, ഒഴുക്കിനൊപ്പം ഇങ്ങനെ നീങ്ങാനെ ഈ ഉമ്മത്തിന് അങ്ങനെ ഒരു ദൗർഭാഗ്യത്തിലാണ് ഇപ്പോ ഉള്ളത് എന്നുള്ളത്. അങ്ങനെ ദുര്യോഗം എത്തിപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഒരു സങ്കടകരമായ സംഗതിയാണ്. അത് എവിടെയൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലഹരിയുടെ കാര്യം പറയും, അവിടെ കാണാൻ പറ്റും. ഇനി അതല്ലെങ്കിൽ പലതരത്തിലുള്ള ആഭാസങ്ങൾ, വൈവാഹിക രംഗത്തൊക്കെ നമ്മൾ ഇന്നിങ്ങനെ നിറഞ്ഞാടുന്ന ആഭാസങ്ങളിലേക്കൊക്കെ നമ്മളിങ്ങനെ പോവുകയാണ് എങ്കിൽ ദീന് എവിടെ കിടക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദീൻ എന്ന് പറയുന്നത് പള്ളിയുടെ ചുമരുകളിൽ ഇങ്ങനെ അടച്ചിടപ്പെട്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ പലപ്പോഴും ഉള്ളത്. പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ദീനിന്റെ അടയാളങ്ങൾ എന്ന് പറയുന്നത് ബാഹ്യമായി എപ്പോഴെങ്കിലൊക്കെ ചിലതൊക്കെ കാണിക്കാൻ സാധിച്ചേക്കും എന്നതിനപ്പുറം, അതിനേക്കാൾ അപ്പുറം മികച്ചു നിൽക്കുന്നത് ദുനിയാവിനോടുള്ള ആർത്തിയാണ്. ദുനിയാവ് എന്നുള്ളത് നമ്മുടെ മനസ്സുകളിൽ വല്ലാതെ മതിച്ചു പോകുന്ന, വല്ലാതെ നമ്മുടെ മനസ്സുകളിൽ അങ്ങനെ അങ്ങോട്ട് കീഴ്പ്പെടുത്തപ്പെട്ടിട്ടുള്ള ഒന്നായി മാറുന്നു എന്നുള്ളത് നമ്മൾ കാണേണ്ടതാണ്. നമ്മൾ അതേക്കുറിച്ച്, അതിന്റെ ഗൗരവത്തെക്കുറിച്ച് ഓർക്കേണ്ടതുമാണ്. ഇപ്പൊ ലഹരിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഇടയ്ക്ക് എത്തി നോച്ചു കഴിഞ്ഞാൽ
ലഹരി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അതിങ്ങനെ ആൾക്കാരൊന്നും അറിയാതെ ഉപയോഗിക്കുകയാണ് എങ്കിൽ അതിന് വലിയ പ്രയാസം കൊണ്ട് ഉണ്ടാവേണ്ടതില്ല. അങ്ങനെ ആൾക്കാർ അറിയുന്നിടത്തേക്ക് എത്തുമ്പോൾ, പൊതുരംഗത്തേക്ക് എത്തുമ്പോൾ, അല്ലെങ്കിൽ പൊതുവായി കൊണ്ട് ഉപയോഗിക്കുമ്പോൾ അത് കുടിച്ചിട്ട് ഇങ്ങനെ എടങ്ങാറാക്കുന്ന അവസ്ഥയാണ് എങ്കിൽ, ഉപയോഗിച്ച് ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥയാണ് എങ്കിൽ അപ്പോഴേ അത് ലഹരിയാകുള്ളൂ. എന്നാൽ അവനാന്റെ വയറ്റിൽ കിടക്കുന്ന ഒരവസ്ഥയിലാണ് എങ്കിൽ അതിന് വല്ലാതെ നമ്മൾ എങ്ങനെ പ്രാധാന്യം കൊടുക്കൊന്നും വേണ്ട. വീര്യം കുറഞ്ഞ രൂപത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അതൊരു ലഹരി എന്നൊന്നും പറയാൻ പറ്റൂല എന്നുള്ളിടത്തേക്ക് വരെ മനസ്സിനെ പാകപ്പെടുത്തുന്ന, അല്ലെങ്കിൽ അങ്ങനെ പാകപ്പെടുത്തുന്നിടത്തേക്ക് ഉമ്മത്ത് മുസ്ലിമ തന്നെ എത്തുന്ന ആ അർത്ഥത്തിൽ നമ്മുടെ ചെറുപ്പം ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു കാലം നമ്മളുടെ സമീപത്തേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് നമ്മളെ അലോസരപ്പെടുത്തണം, നമ്മളെ സങ്കടപ്പെടുത്തണം. നമ്മൾ ജാഗ്രതയോടുകൂടി അത്തരം കാര്യങ്ങളിൽ നന്മയുടെ പ്രചാരണം, നന്മ പ്രചരിപ്പിക്കുക എന്നുള്ളത്, അതിനെ സംസ്ഥാപിക്കുക എന്നുള്ളിടത്തേക്ക് നമ്മുടെ ശ്രദ്ധയുണ്ടാകണം. നമ്മുടെ സമൂഹം അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളിടത്താണ് അത് വലിയ ഗൗരവപ്പെട്ട കാര്യമാകുന്നത്. അത് മാത്രം പറയാനല്ല, ഉദാഹരിച്ചു പറഞ്ഞു എന്നേ ഉള്ളൂ. രണ്ടാമത് ഉദാഹരണം നേരെ സൂചിപ്പിച്ചുവല്ലോ, വൈവാഹിക രംഗം നിങ്ങൾ എടുത്തു നോക്കൂ. ഈ രംഗത്ത് ആഭാസങ്ങൾ ഇങ്ങനെ പിന്നെന്താ പറയാ, അതിങ്ങനെ അരങ്ങേറുകയാണ്. അതിന്റെ മൂർത്തിമായ മനോഭാവം എന്ന് പറയാവുമല്ലോ, ആ അർത്ഥത്തിലൊക്കെ ഇങ്ങനെ അരങ്ങ് തകർക്കുകയാണ്. അതിനോട് നമ്മളിങ്ങനെ ചേർന്ന് നിൽത്തുകൊണ്ടേയിരിക്കുന്നു. ഇപ്പൊ വൈവാഹിക വിവാഹങ്ങളൊക്കെ ധാരാളം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ആ നിലക്ക് സൂചിപ്പിക്കട്ടെ, വൈവാഹിക രംഗത്ത് നിറഞ്ഞാടുന്ന ആഭാസങ്ങൾ എന്ന് പറയുന്നത് അതിപ്പോ മുൻകാലങ്ങളിലൊക്കെ സ്ത്രീധനത്തെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പൊ ഈ സ്ത്രീധനം എന്നുള്ളത് ഇപ്പോ ആ അർത്ഥത്തിൽ എടുത്തു പോയി എങ്കിലും വൈവാഹിക രംഗത്ത് ആർഭാടങ്ങൾ മാറി ആഭാസങ്ങളായി മാറുന്ന ഒരു വല്ലാത്ത ദുര്യോഗം. അത് എന്തൊക്കെ അർത്ഥത്തിലാ, അതിന്റെ മിനിമം പറയുമ്പം നമ്മളിങ്ങനെ പോയി അതൊക്കെ ആരാ തീരുമാനം? സ്റ്റേജുകൾ ഒരുക്കപ്പെട്ടു, പുരുഷനും സ്ത്രീക്കും അല്ലെങ്കിൽ വരനും വധുവിനും സ്റ്റേജുകൾ ഒരുക്കപ്പെട്ടു. അതിങ്ങനെ വേണോ വേണ്ടേ എന്നുള്ളതിനെ കുറിച്ചല്ല, അതിൽ നന്മകൾ ഉണ്ടാവാം, പക്ഷെ അതിൽ പോലും തിന്മകൾ കൂത്തരങ്ങായിട്ട് അരങ്ങ് വാഴുന്ന വല്ലാത്തൊരു ദുര്യോഗം. അത് എത്രത്തോളം ക്യാമറാമാൻ ഇങ്ങനെ തീരുമാനിക്കും എങ്ങനെയായിരിക്കണം ഉണ്ടാകേണ്ടത്, അത് എത്രത്തോളം പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിക്കാഹ് കഴിയുന്നതിന്റെ മുൻപേ തന്നെ എനിക്ക് വിധിക്കപ്പെട്ടവൾ, എനിക്കുള്ളവൾ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് മതി. എന്നാൽ തന്നെയും ജനങ്ങളുടെ മുൻപിൽ രഹസ്യമായി ചെയ്യേണ്ടത്, നിക്കാഹ് കഴിഞ്ഞ് രഹസ്യമായി ചെയ്യേണ്ടത് ജനങ്ങളുടെ മുൻപിൽ പരസ്യമായി ചെയ്യുന്ന അർത്ഥത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഫോട്ടോ എടുക്കാൻ വേണ്ടി ക്യാമറാമാൻ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അവര് പറയുന്നതിനനുസരിച്ച് പോസ് ചെയ്യുക, അതിന് പറഞ്ഞതനുസരിച്ച് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും നിന്ന് കൊടുക്കുക എന്നുള്ളത് എത്രത്തേൽ സങ്കടകരമായ അർത്ഥത്തിലേക്ക് പോകുന്നു. പരസ്യമായി ചുംബനങ്ങൾ ഉണ്ടാകുന്നു, പരസ്യമായി അരക്കെട്ട് പിടിച്ചുകൊണ്ട് പോസ്റ്റ് ചെയ്യുന്നു, എന്നിട്ട് ഫോട്ടോ എടുക്കുന്നു, അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. അത് നല്ലതാണോ, ഉണ്ടാവേണ്ടതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ അതിന്റെ കൂടെ നിൽക്കല്ലാതെ നിർവാഹമില്ല. ഒരു ഉപ്പാക്ക്, കുറച്ച് പ്രായം ചെന്ന ഉപ്പാക്ക് ഇതൊന്നും വേണ്ടാന്ന് തോന്നാണ് എങ്കിലും മക്കൾക്ക് അവരുടെ ആവശ്യം അങ്ങനെയാണ്, മക്കൾക്ക് അത് ആവശ്യമാണ് എന്ന് തോന്നുന്നിടത്ത് പിന്നെ ആ ഉപ്പ ആരാ? ഈ കല്യാണത്തിന് വേണ്ടി ചെലവൊക്കെ ചെയ്തു കൊടുക്കുന്ന ഉപ്പ. അവിടെ ഇത് വേണ്ട മോളെ എന്ന് പറയാൻ, ഇത് വേണ്ട മോനെ എന്ന് പറയാൻ കഴിയാത്തവണ്ണം ഇതിനോട് ചേർന്ന് നിൽക്കേണ്ട ഒരു വല്ലാത്ത സങ്കടകരമായ അവസ്ഥ ഇന്നുണ്ട് എന്നുള്ളത്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ആയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മളെ സങ്കടപ്പെടുത്തേണ്ടതുണ്ട്, നമ്മളെ വേദനിപ്പിക്കേണ്ടതുണ്ട്. കാരണം ഈ ഉമ്മത്ത് ഇങ്ങനെ ആകേണ്ടവരല്ല എന്നുള്ളത് കൊണ്ടാണ്. ഇത്തരം തിന്മകൾക്കെതിരെ അതിശക്തമായി നിലപാട് സ്വീകരിക്കേണ്ടവർ, നന്മ സംസ്ഥാപനത്തിന് വേണ്ടി ശക്തമായി നിലകൊള്ളേണ്ടവർ, ആ ബാധ്യത നമുക്കുണ്ട് എന്നുള്ള നിലക്ക് ഒഴുക്ക് ഇങ്ങനെ അങ്ങനെയാണെങ്കിൽ എന്നാലും നമ്മൾ അങ്ങനെ എന്നുള്ളതിന് പകരം ഒഴുക്കിനെതിരെ ദീൻ എന്ത് പറഞ്ഞു, അള്ളാന്റെ ഇഷ്ടം എന്താണ്, അള്ളാഹുവിന്റെ പ്രവാചകൻ എന്താ പഠിപ്പിച്ചത്, അതിന്റെ കൂടെ ചേർന്ന് നിൽക്കാൻ സാധിക്കേണ്ടവരാണ് നമ്മൾ എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അല്ലാത്ത പക്ഷം എന്താ സംഭവിക്കാന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പലതും പണ്ടല്ലേ ഈ മയ്യത്തും കെട്ടിന്റെ ഉള്ളിലാക്കിയിട്ട് ഇങ്ങനെ, മയ്യത്തും കെട്ടിൽ എന്ന് പറയാനാണ് താല്പര്യം, 4 ഭാഗത്തും ഇങ്ങനെ കാല് പിടിച്ചിട്ട് അങ്ങനെയാണ് മയ്യത്ത് ഉണ്ടോകല്. ഈ അർത്ഥത്തിൽ കല്യാണ സദസ്സുകളിൽ വധുവിനെങ്ങനെ ആനയിച്ചു കൊണ്ടുവരാൻ,
കൊണ്ടുവരാൻ, ഫോട്ടോ എടുക്കാനും ഫോട്ടോയുടെ ഭംഗിക്കും വേണ്ടി ഒരു സാധനം എന്നുള്ളത്. പക്ഷേ ഇതിന്റെയൊക്കെ പൂർവ്വകാലം പരിശോധിച്ചു നോക്കുമ്പോൾ ഉമ്മത്ത് മുസ്ലിമയിൽ ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നല്ലോ, പിന്നെ എവിടെ നിന്ന് കൊണ്ടുവന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതോ ഒരു സമുദായത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു. അവരുടേത് കണ്ടപ്പോ തരക്കേടില്ല, നമുക്കും വേണം ഇത് എന്നുള്ളത് നമ്മുടെ ഉമ്മത്ത് ചിന്തിച്ചു, നമ്മുടെ സമൂഹം ചിന്തിച്ചു. അത് അങ്ങനെ ചിന്തിച്ചു എന്ന് മാത്രമല്ല, നമ്മുടെ ക്യാമറാമാൻമാരോ അങ്ങനെയുള്ള ആ രംഗത്ത് വർക്ക് ചെയ്യുന്ന പ്രൊഫഷണലുകളോ അത് തീരുമാനിച്ചു അങ്ങനെ നമുക്കുമാകാം. അതില്ല എങ്കിൽ ഇപ്പൊ വിവാഹമാകുന്നില്ല എന്നിടത്തേക്ക് എത്തി. ഇങ്ങനെ ഒരുപാട്, അതും ഉദാഹരണം പറഞ്ഞതാട്ടോ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഇന്നഹും മിൻഹും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നമ്മുടേതല്ലാത്ത ഒരു കാര്യത്തിൽ ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ, ഒരു സമൂഹത്തിന്റെ, ഒരു ജനവിഭാഗത്തിന്റെ ആചാര രീതികളോ അനുഷ്ഠാന രീതികളോ അവര് കൊണ്ടുവന്ന എന്തെങ്കിലും ഒന്ന് നമ്മുടേതാക്കിയെടുക്കാൻ, അതിനോട് സാമ്യപ്പെടാനും തുലനപ്പെടാനും സാദൃശ്യപ്പെടാനും നിങ്ങൾ ആരെങ്കിലും തുനിഞ്ഞാൽ നിങ്ങൾ അവരുടെ കൂട്ടത്തിലായി പോയി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയും ഇതിന്റെ ഗൗരവം വളരെ വലുതാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പല തിന്മകളും ഇങ്ങനെയാട്ടോ, പല തിന്മകളും നമ്മൾ ഇങ്ങനെ കുറെ പുതിയ തിന്മകൾ ഇങ്ങനെ വരുമ്പം ഇതിനേക്കാൾ നമ്മൾ ഇപ്പം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളായിക്കൊണ്ട് നമ്മൾ കാണും. ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നിസ്സാരവൽക്കരിക്കുന്നതോടുകൂടി പിന്നെ ഇതിനേക്കാൾ വലിയ തിന്മകൾ ഈ രംഗത്ത് കടന്നു വരും. അങ്ങനെ ആ തിന്മകളൊന്നും തിന്മകളല്ലാതെ ആയി മാറുകയും അതൊന്നും കുഴപ്പമില്ല എന്നുള്ളിടത്തേക്ക് സമൂഹം ചിന്തിക്കുകയും ചെയ്യും. ഇപ്പൊ ചിലപ്പോൾ ഇങ്ങനെ തോന്നുന്നുണ്ടാകും, ഇതൊക്കെ ഇപ്പൊ ഇങ്ങനെ പറയേണ്ടതുണ്ടോ എന്ന് തോന്നുന്ന ആൾക്കാരുണ്ടാകും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, ഇത്തരം തിന്മകൾ അതിനെക്കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഇതൊക്കെ ഫവാഹിഷാണ് എന്നുള്ളത്. ഈ ഫവാഹിഷുകൾ അധർമ്മം എന്നർത്ഥം പറയാം, ചെറിയ തിന്മകൾ എന്ന് പറയാം. ഹദീസുകളിൽ ഇതിനെക്കുറിച്ച് പ്രയോഗം മുഹഖിറാത്ത് എന്നതാണ്. വഇയ്യാകും അൽ മുഹഖിറാത്തു മിനൽ ദുനൂബ്, പാപങ്ങളുടെ കൂട്ടത്തിൽ നിസ്സാരവൽക്കരിക്കാൻ സാധ്യതയുള്ള പാപങ്ങളുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരം തിന്മകളുടെ കാര്യത്തിലൊക്കെ നമ്മളെ ഉത്ബോധിപ്പിച്ചിട്ടുണ്ട്. എന്തിനാണ് ഉത്ബോധനം എന്നറിയോ? ഈ ഉമ്മത്ത് എപ്പോഴും മറ്റു ഉമ്മത്തുകൾക്ക് മാതൃകയാകണം. മറ്റു കൗമിന്, ഉമ്മത്ത് എന്ന് പറയാൻ പറ്റില്ല മറ്റുള്ളവർക്ക്, മറ്റു കൗമിന് മാതൃകയാകണം. നമ്മൾ ഉമ്മത്താണ്, ആദർശപരമായ ഐഡന്റിറ്റി ഉണ്ട്, നമുക്ക് വ്യക്തിത്വമുണ്ട്. ആ വ്യക്തിത്വത്തെ നിലനിർത്തണം, മറ്റു ഉമ്മത്തിന് മുമ്പിൽ കാണിച്ചു കൊടുക്കണം. ഞങ്ങൾ ഇങ്ങനെയാണ്, ഞങ്ങളുടെ രീതി ഇതാണ്, ഇതാണ് നന്മയുടെ മാർഗം എന്ന് നമുക്ക് പ്രസരിപ്പിക്കാൻ സാധിക്കണം. നമ്മളിൽ നിന്ന് നന്മകൾ മറ്റുള്ളവർ ഏറ്റെടുക്കണം. അതല്ലാത്ത പക്ഷം, അതിന് സാധിക്കാതെ പോകുന്ന പക്ഷം നമ്മളുടെ കാണുന്നത് എന്താ? മറ്റുള്ളവരിൽ നിന്ന് തിന്മകൾ, അധർമ്മങ്ങൾ, വേണ്ടാത്തരങ്ങൾ നമ്മളുടെ സമൂഹം ഏറ്റെടുക്കുന്ന ഒരവസ്ഥയുണ്ടാകും. അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താ അബദ്ധം സംഭവിക്കാന്നറിയോ? അപകടം എന്താ ഉണ്ടാകാന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതേക്കുറിച്ച് നൽകിയിട്ടുള്ള താക്കീതുണ്ട്. താക്കീത് മറ്റൊന്നുമല്ല, നമ്മൾ കേട്ടിട്ടുണ്ട് ഒരുപാട്. യൂഷിക്കുൽ ഉമ്മം അൻ തജാഅ അലൈക്കും കമാ തജാഅൽ അക്ലതു ഇലാ ഖസ്അതിഹാ. ഒരുപാട് സമൂഹങ്ങളുണ്ട്, മറ്റു സമൂഹങ്ങളുണ്ട്. ആ സമൂഹങ്ങൾ, ആ കൗമുകൾ, ആ ജനവിഭാഗങ്ങൾ നിങ്ങളുടെ നേർക്ക് വിശന്നവൻ വിശന്ന് പൊരിഞ്ഞ അവസ്ഥയിൽ ഭക്ഷണ തളികയിലേക്ക് കയ്യ നീട്ടുന്ന ആ രംഗം ആലോചിച്ചു നോക്കൂ. അതുപോലെ നിങ്ങളിലേക്ക് സമൂഹങ്ങൾ നിങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട്, നിങ്ങളെ തകർക്കാൻ വേണ്ടി, നിങ്ങളെ ഇല്ലാതെയാക്കാൻ വേണ്ടി അവർ നിങ്ങളുടെ നേർക്ക് കൈകൾ നീട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം വരാനുണ്ട്. നോക്കൂ, നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം അത് തന്നെയല്ലേ? പലതിന്റെ പേരിലും ഈ ഉമ്മത്തിങ്ങനെ നിസാരന്മാരായി, ഒന്നിനും പോരാത്തവരായി, ഒരുപാട് ആനുകൂല്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ കൈ നീട്ടി ഓച്ചാനിച്ചു നിൽക്കേണ്ടവരായിക്കൊണ്ട് ഈ ഉമ്മത്ത് മാറുന്നുണ്ടെങ്കിൽ നമ്മൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൗമല്ല, നമ്മൾ ഉമ്മത്താണ് എന്നുള്ള തിരിച്ചറിവുണ്ടാവണം. ആ ഉമ്മത്തിന് തിരിച്ചറിവുണ്ട് എങ്കിൽ മറ്റുള്ളവരുടെ മുൻപിൽ ഇങ്ങനെ ഓച്ചാനിച്ചു നിൽക്കേണ്ടവരല്ല, നമ്മളെ മാതൃകയാക്കേണ്ടവരാണ് മറ്റൊരു ജനവിഭാഗങ്ങൾ എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതില്ലാത്ത പക്ഷം നമ്മുടെ നേർക്ക് ഈ കൈനീട്ടലുകൾ ഇനിയും ഇനിയും ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാര്യം പറഞ്ഞപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾ അന്ന് ന്യൂനപക്ഷം, എണ്ണത്തിൽ കുറവ് ആ അവസ്ഥയിൽ ആകുന്നത് കൊണ്ടാണോ ഞങ്ങൾക്ക് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അല്ല, എണ്ണത്തിൽ നിങ്ങളൊക്കെ ഒരുപാടുണ്ടാകും, ധാരാളം ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിൽ അംഗബലം കൊണ്ടൊക്കെ ഉണ്ടാകും, പക്ഷേ
നിങ്ങൾക്കുണ്ടാകുന്ന കുഴപ്പം വേറൊന്നുമല്ല, നിങ്ങൾ എന്തായിരിക്കും എന്നറിയോ, ഒഴുക്കിന്റെ കൂടെ ഇങ്ങനെ, ആ ഒഴുക്കിന്റെ കൂടെ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കും. ഒഴുക്ക് വെള്ളത്തിലെ ചപ്പുചവറുകൾ, ആ ചണ്ടികൾ ഇങ്ങനെ നീങ്ങിപ്പോകൂലേ, അതുപോലെ നിങ്ങളും ഒഴുക്കിന്റെ കൂടെ അങ്ങനെ പോകുന്നൊരവസ്ഥ ഉണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ ശത്രുക്കൾ ഉണ്ടാകൂലേ, ദീന്റെ ശത്രുക്കൾ ഉണ്ടാകൂലേ, അവരുടെ മനസ്സുകളിൽ നിന്ന് നിങ്ങളെക്കുറിച്ചുള്ള ഒരു ഭയം, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സുകൾ നീക്കിക്കൊടുക്കും. അങ്ങനെ ഏത് സമയത്തും നിങ്ങളെ എന്തും ചെയ്യാം എന്നുള്ളിടത്ത് കാര്യങ്ങളെത്തും. റസൂലുള്ളാഹി പറയാ, കാര്യങ്ങളെത്തും. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങളെ പിടികൂടുന്ന ഒരു വഹനുണ്ട്, ഒരു ദൗർബല്യമുണ്ട്, നിങ്ങളെ പിടികൂടുന്ന വല്ലാത്തൊരു ആപത്തുണ്ട്, ആ ആപത്ത് എന്താണ് എന്ന് റസൂലുള്ളാഹി ചോദിച്ചപ്പോൾ പറഞ്ഞത് ഹബ്ബുദ്ദുനിയാ വകറാഹിയത്തുൽ മൗത്ത്, ദുനിയാവിനുള്ള അതിയായ ആഗ്രഹം, പ്രമത്തത എന്നൊക്കെ പറയില്ലേ, ദുനിയാവിനുള്ള അതിപ്രമത്തത നിങ്ങളെ പിടികൂടും. മരിക്കണം എന്നുള്ള തോന്നൽ നിങ്ങളുടെ മനസ്സുകളിൽ ഇല്ലാതാവുകയും പരമാവധി സുഖിക്കുക, അടിച്ചു പൊളിക്കുക എന്നുള്ള കാര്യങ്ങളെത്തും. വൈവാഹിക രംഗത്തൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇല്ലാത്ത ആളുകൾക്ക് പോലും വിവാഹത്തിന് വേണ്ടി ഉള്ള ആളുകൾ അല്ലെങ്കിൽ വിളിക്കുന്ന ആളുകളെയൊക്കെ എന്തെങ്കിലുമൊക്കെ സഹായിക്കുക എന്നുള്ള നിലക്ക് അങ്ങനെ സഹായിച്ചവരെ കല്യാണം നടത്തുമ്പോഴോ ആ പെൺകുട്ടി എന്താണോ പറയണത് അതിന്റെ ഒപ്പം തന്നെ മാതാപിതാക്കൾ നിൽക്കുക എന്നല്ലാതെ ഈ പിന്നെ സമൂഹത്തിൽ മറ്റുള്ളവരുടെ അഥവാ ഉള്ളവരുടെ സഹായം കിട്ടിക്കൊണ്ട് കല്യാണം നടത്തുന്നത് പോലും ആർഭാടത്തിന് ഒരു കുറവില്ലാത്ത അവസ്ഥയിലാക്കാണല്ലോ. ഇനി മറ്റുള്ളവർക്ക് അങ്ങനെ ആകാം, ഉള്ളവർക്ക് അങ്ങനെ ആകാൻ നടത്തുന്നില്ലട്ടോ, പക്ഷെ ഇങ്ങനെയാണ് ഒരു അവസ്ഥ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മുടെ ഉമ്മത്തിന്റെ പോക്ക് എന്തുമാത്രം സങ്കടകരമാണ് എന്നുള്ളത് നമ്മൾ ആലോചിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നമാ ഹറമ റബ്ബി അൽ ഫവാഹിഷ മാ ളഹറ മിൻഹാ വമാ ബത്തൻ. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഅറാഫിലെ 33ാമത്തെ ആയത്തിൽ പറയുന്നു, നബിയെ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക, എന്റെ റബ്ബ് ഹറാമാക്കിയ കുറെ കാര്യങ്ങളുണ്ട്. അതിനെ ഒറ്റവാക്കിൽ പറഞ്ഞാൽ അൽ ഫവാഹിഷ് എന്ന് പറയാം. വേണ്ടാത്തരങ്ങളൊക്കെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയിരിക്കുന്നു. വേണ്ടാത്തരങ്ങൾ ഹറാമാക്കി എന്നാണ് പരിശുദ്ധ ഖുർആനിലെ ആ ആയത്ത് പറഞ്ഞിട്ടുള്ളത്. മാ ളഹറ മിൻഹാ വമാ ബത്തൻ, അതിൽ പ്രത്യക്ഷമായതുണ്ട്, അതേപോലെ പരോക്ഷമായതുണ്ട്. അല്ലാഹു അതൊക്കെയും നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വൽ ഇസ്മ, കുറ്റകൃത്യം എന്ന് തോന്നുന്നത് എന്താ കുറ്റകൃത്യം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുറ്റകൃത്യം എന്ന് പറഞ്ഞാൽ അൽ ഇസ്മു മാ ഹാക ഫീ സുദ്രിക വകരിഹത അൻ യത്തലി അലൈഹി الناس. ഇസ്മ എന്ന് പറഞ്ഞാൽ കുറ്റകൃത്യം ആകുന്നത് എപ്പോഴാണെന്നറിയോ? ഒരു കാര്യം കുറ്റകരമാകുന്നത് നിന്റെ മനസ്സിൽ തന്നെ ഒരു ചൊറിച്ചിലുണ്ടാകും. ആളുകൾ കണ്ടാൽ അയ്യേ എന്ന് മറ്റുള്ളവർക്ക് തോന്നിപ്പോകും. വേണ്ടായിരുന്നു, പള്ളിക്കമ്മിറ്റിന്റെ ആളാണ്, അല്ലെങ്കിൽ ഇന്ന ഒരാളാണ്, അതല്ലെങ്കിൽ സമൂഹത്തിൽ ഇങ്ങനെ അറിയപ്പെട്ട ഒരു ദീനിയായി ജീവിക്കുന്ന ഒരു കുടുംബമാണ്, ആ കുടുംബത്തിൽ ഇങ്ങനെയോ എന്ന് തോന്നുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ മാറുന്നുണ്ട് എങ്കിൽ, നമ്മൾ അങ്ങനെ ആയിത്തീരുന്നുണ്ട് എങ്കിൽ, മറ്റുള്ളവർ തോന്നുമ്പോൾ അവർക്കത് വേണ്ടായിരുന്നു എന്ന് തോന്നുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാകുന്നു കുറ്റം എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിന്റെ വിശദീകരണം വെച്ചുകൊണ്ട് നമ്മൾ പഠിക്കുമ്പോൾ അതാ മനസ്സിലാകുക. ഈ ഇസ്മുകളെ ഒഴിവാക്കാൻ വേണ്ടി പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വൽ ബഗയ, അതിക്രമങ്ങൾ വേണ്ടെന്ന് പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞ കാര്യങ്ങളെ നമ്മൾ ശ്രദ്ധിക്കാൻ ബാധ്യസ്ഥരാണ് എങ്കിൽ സമൂഹത്തിൽ നിറഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന എല്ലാ തോന്നിവാസങ്ങളും എല്ലാ വേണ്ടാത്തരങ്ങളെയും അതിൽ നിന്ന് നമ്മൾ മാറി നിൽക്കും എന്ന് മാത്രമല്ല, നമ്മൾ ഒരു മാതൃകാ യോഗ്യരായ ഉമ്മത്തായിക്കൊണ്ട് സമൂഹത്തിന്റെ മുൻപിൽ തെളിഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ മാതൃകായോഗ്യരാകാൻ എല്ലാ രംഗത്തും, അത് ലഹരിയെ ഒന്ന് ഉദാഹരിച്ചു എന്ന് മാത്രം, അതേപോലെ തന്നെ വൈവാഹിക രംഗത്തുണ്ടാകുന്ന പോരാത്തരങ്ങളെയും ഉദാഹരിച്ചു എന്ന് മാത്രം, ഇങ്ങനെ സമൂഹത്തിൽ നിർമ്മാടിക്കൊണ്ടിരിക്കുന്ന പോരായ്മകൾ, അതിന്റെ ആളാണ് ഞാനും എന്ന് പറയുന്നതിന് പകരം ഞാൻ അതിലില്ലെന്ന് പറയാൻ സാധിക്കുന്ന വിശ്വാസപരമായ ഉത്തരവാദിത്വം അത് നമുക്കുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ബാധ്യതയെ നിർവഹിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി ഖൈറു ഉമ്മ എന്നുള്ള ആ സാക്ഷ്യപത്രത്തിന് അർഹരായി തീരാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകും, അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. ബഹുമാന്യരായ സഹോദരങ്ങളെ, പറഞ്ഞു വന്നത് വ്യക്തമാണല്ലോ. ഒരു ഉമ്മത്ത് എന്നുള്ള നിലയിൽ നമ്മളുടെ ബാധ്യത അല്ലാഹു ഏൽപ്പിച്ചത്
അത് നിർവഹിക്കുന്നതിന് പകരം, അതിന്റെ ആളുകളാകുന്നതിന് പകരം നമ്മുടെയൊക്കെ നാടങ്ങനെയാണ്, എന്നാൽ ആ നാടിന്റെ നടുകെ നമ്മൾ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക എന്നുള്ള ഒരു അവസ്ഥ, അത് പൊതുവിൽ നമ്മളെ വല്ലാതെ ഗ്രസിച്ചിരിക്കുന്നു, ഈ ഉമ്മത്തിനെ ബാധിച്ചിരിക്കുന്നു. നമ്മൾ തിരിഞ്ഞു നടക്കേണ്ടവരാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് നിരന്തരമായിട്ട് ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. അത് ഏത് രംഗത്തുണ്ടാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു സംഗതിയുണ്ട്, വല്ലാഹി മൽ ഫഖ്റു അഖ്ശാ അലൈക്കും, നിങ്ങളുടെ കാര്യത്തിൽ ദാരിദ്ര്യം കൊണ്ട് നിങ്ങൾ അടങ്ങാറാകുന്നുള്ള പേടി എനിക്കില്ല. റസൂലുള്ളാഹി പറയാം, ദാരിദ്ര്യം കൊണ്ട്, പട്ടിണി കൊണ്ട് നിങ്ങൾ അടങ്ങാറാകും എന്നുള്ള പേടിയൊന്നും അല്ലാഹുവിന്റെ റസൂൽ രേഖപ്പെടുത്തിയിട്ടില്ല. വലാകിന്നി അഖ്ശാ അൻ തുബ്സത അലൈക്കുമുദ് ദുനിയ, ദുനിയാവ് നിങ്ങൾക്ക് വിശാലമായി തുറന്നു കിട്ടുന്ന ഒരു കാലം വരും. ഭൗതിക സൗകര്യങ്ങൾ അധികം കിട്ടുന്ന ഒരു കാലഘട്ടം നിങ്ങളിലേക്ക് എത്തും. അങ്ങനെ ഒരു കാലഘട്ടം വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥയെക്കുറിച്ചാണ് എന്റെ പേടി എന്ന് പറയുകയുണ്ടായി. ആ ഭയപ്പാടിനെ കുറിച്ച് റസൂലുള്ളാഹി രേഖപ്പെടുത്തുമ്പോൾ പറയുമ്പോൾ, എന്നിട്ട് നിങ്ങൾ ദുനിയാവ് കിട്ടാൻ വേണ്ടിയിട്ട് ഖെഡമത്സരം കാണിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും. ദുനിയാവ് തുറന്നു കിട്ടിയപ്പോൾ ഒരു സമുദായം, ഒരു സമൂഹം ഇവിടെ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ദുനിയാവ് തുറന്നു കിട്ടിയിട്ട് നിങ്ങളും നശിപ്പിക്കപ്പെടുമോ? അതിന്റെ പേരിൽ നിങ്ങളുടെ നാശം അതിന് കാരണമാകുമോ? ദുനിയാവ് തുറന്നു കിട്ടുന്നത് നിങ്ങളുടെ നാശത്തിന് കാരണമാകുമോ? അതാണ് എന്റെ ഭയപ്പാട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾക്ക് റബ്ബിന്റെ അടുക്കലും ദുനിയാവ് തുറന്നു കിട്ടുന്ന അനുഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ആദ്യം ചിന്തിക്കേണ്ടത്, എനിക്ക് റബ്ബ് ദുനിയാവിൽ സൗകര്യങ്ങൾ തുറന്നു തന്നതിന്റെ പേരിൽ ഞാൻ റബ്ബിനോട് ശുക്ർ കാണിക്കാൻ കടപ്പെട്ടവനാണ്, കാണിച്ചിട്ടുണ്ട്. ഇതിൽ എന്റെ സമ്പത്തിന്റെ കാര്യം എനിക്ക് ബാധ്യത നിർവഹിച്ചിട്ടുണ്ടോ? പലപ്പോഴും ആ ബാധ്യത നിർവഹിക്കാത്തിടത്താണ് എന്തുണ്ടാകാന്നറിയോ? ഏത് തിന്മകളുടെ കാര്യത്തിലും തെറ്റുകുറ്റങ്ങൾ നോക്കാതെ, ഹറാം ഹലാല് നോക്കാതെ, ആ കാണുന്ന സുഖവും സന്തോഷവും മാത്രം മുന്നിൽ കണ്ടിട്ട് വാരിക്കോരി ചെലവഴിക്കുക, ആഡംബരത്തിന്റെയും ആർഭാടത്തിന്റെയും അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുക എന്നുള്ളതുണ്ടാകാം. എന്നാലോ മുൻപിൽ കടക്കുന്ന, മുൻപിൽ എന്റെ റബ്ബ് എനിക്ക് തന്ന അനുഗ്രഹം, ഈ അനുഗ്രഹത്തിന്റെ കാര്യത്തിൽ എനിക്ക് ബാധ്യതയുണ്ട്. ആ ബാധ്യത സമൂഹത്തിൽ നിന്ന് നിർവഹിക്കാൻ കടപ്പെട്ടവനാണ് ഞാൻ എന്ന് തിരിച്ചറിവുണ്ട് എങ്കിൽ അത് നിർവഹിച്ചതിന്റെ ശേഷം പിന്നെ ബാക്കിയുള്ളതാണല്ലോ പിന്നെ ചെലവഴിക്കാൻ ഉണ്ടാവുക. അപ്പൊ സ്വാഭാവികമായിക്കൊണ്ടും നമ്മളെ സംബന്ധിച്ച് ബാധ്യത നിർവഹിക്കുന്നിടത്ത് പരാജയപ്പെട്ടു പോകുമ്പോ നമ്മൾ അധർമ്മങ്ങളിലേക്ക് കൂപ്പുകുത്തും, തിന്മകളിലേക്ക് നടത്തപ്പെടും. അതുകൊണ്ട് തന്നെ ജാഗ്രത എന്നുള്ള ആ രംഗത്തൊക്കെ നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ള ആ ഒരു തിരിച്ചറിവ് അത് ഉണ്ടാകണം എന്നുള്ള നിലക്കാണ് ഇത്രയും കാര്യങ്ങൾ സംസാരിച്ച് നമ്മുടെ ബാധ്യത. പരിശുദ്ധ ഖുർആൻ മഹാനായ ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സംസാരം ഉണ്ടല്ലോ. ശുഐബ് നബി അന്നത്തെ കാലഘട്ടത്തിൽ നിലനിൽക്കുന്ന ദുരാചാരങ്ങൾക്കെതിരെ, അധർമ്മങ്ങൾക്കെതിരെ, വേണ്ടാത്തരങ്ങൾക്കെതിരെ നിലപാട് സ്വീകരിച്ചപ്പോൾ ആ ജനത ചോദ്യം ചെയ്തപ്പോൾ റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു, സാധിക്കുന്നിടത്തോളം ഞാൻ ജനങ്ങൾക്കിടയിൽ നന്മയുണ്ടാകണം എന്നുള്ള നിലക്ക് പ്രവർത്തിക്കാനാണ് താല്പര്യപ്പെടുന്നത്. അത് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ്, വേറെ ആരൊക്കെ എന്തൊക്കെ പറയുന്നു എന്നുള്ളത് എന്റെ പ്രശ്നമേയല്ല. ഈ കാര്യത്തിൽ എനിക്ക് റബ്ബിന്റെ തൗഫീഖാണ് ആവശ്യം. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു, ഞാൻ റബ്ബിൽ തവക്കുലാക്കിയിരിക്കുന്നു. വ ഇലൈഹി ഉനീബ്, എന്റെ മനസ്സ് അവനിലേക്ക് തിരിച്ചു വെച്ച് ഞാൻ വേദനിക്കുന്നവനാകുന്നു എന്നുള്ള ഒരു പ്രഖ്യാപനം നമുക്ക് അനിവാര്യമാകുന്നു. നമ്മുടെയൊക്കെ മക്കളുടെ കാര്യത്തിൽ, നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ കാര്യത്തിൽ എന്തായിരിക്കണം ദീനിന്റെ താല്പര്യം എന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത്, അതിനെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാവുകയും ആ റൂട്ടിലൂടെ തന്നെ പരമാവധി മുന്നോട്ട് പോകാൻ എല്ലാ രംഗത്തും നമ്മൾ ജാഗ്രത കാണിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇബാദുർ റഹ്മാന്റെ ഗുണഗണങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ അല്ലാഹു പറയുന്നുണ്ടല്ലോ, ലാ യഷ്ഹദൂന സൂറ, അവർ എന്ത് തോന്നിവാസങ്ങളുടെയും അടുക്കലേക്ക് സാക്ഷികളാകേണ്ടി വന്നാൽ മർറു കിറാമാ, ആ വളരെ മാന്യമായിക്കൊണ്ടുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട്. ഇപ്പൊ നമ്മളിങ്ങനെ ആർഭാടങ്ങൾ നിറഞ്ഞാടുന്ന ഒരു കല്യാണത്തിൽ സദസ്സിലേക്ക് എത്തിപ്പെടുകയാണ്. എല്ലാ തോന്നിയാസങ്ങളും വേണ്ട എന്ന് തോന്നുന്ന പല കാര്യങ്ങളും അവിടെ ഇങ്ങനെ നടമാടിക്കൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ മാന്യതയുടെ അടയാളം എന്ന് പറയുന്നത് ഒന്ന്, നേർക്കുനേരെ നിങ്ങളുടെ കല്യാണത്തിൽ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. നിങ്ങൾ വിളിച്ചു, ഞാൻ വന്നിട്ടുണ്ട്, നിങ്ങൾ ഇങ്ങനെയാകുമെങ്കിൽ നിങ്ങൾ ഒരുക്കിയ ഭക്ഷണം കൂടി ഞാൻ കഴിക്കാൻ താല്പര്യപ്പെടുക, കഴിച്ചുപോയി, അതിന്റെ ശേഷമാണ് കണ്ടിട്ടുള്ളത് എന്നെങ്കിലൊക്കെ പറയാൻ നമുക്ക് കഴിയണം. അങ്ങനെ കഴിയുമെന്ന് മാത്രമല്ല, നമ്മൾ മാതൃകാപരമായിക്കൊണ്ട് ഈ രംഗത്തൊക്കെ നിലകൊള്ളുകയും ചെയ്യണം. ഇതൊക്കെയാണ് പറയാൻ
വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിന്റെ ഒരു ആകത്തുക എന്നുള്ള നിലക്കാണ് ഈ വാക്കുകൾ പറഞ്ഞിട്ടുള്ളത്. നമുക്കൊരു നിലപാട് വേണം. ആ നിലപാട് ദീനിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ദീനിന്റെ ആദർശം എന്തെന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള നിലപാട് സ്വീകരിക്കാൻ തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. നിരന്തരമായി ദീൻ പഠിക്കുക എന്നുള്ളത്, ആ ഒരു ബോധത്തോടു കൂടി തന്നെ വളരുക എന്നുള്ളത് അതിപ്രധാനമാണ്. ആ നിലക്ക് മഹൽ അടിസ്ഥാനത്തിൽ ഒരു ക്ലാസ് സംഘടിപ്പിക്കുമ്പോൾ അപ്പോൾ ഇവിടെ തന്നെ ഇൻഷാ അല്ലാഹ് ഒരു മാസാന്തക നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ മാസവും ഒരു പ്രാവശ്യം ഞാനും ഇവിടെ വന്ന് സംസാരിച്ചിട്ടുണ്ട് അങ്ങനത്തെ ഒരു ക്ലാസ്സിൽ. ഇൻഷാ അല്ലാഹ് ഈ ആഴ്ച എന്നാണ് നാളെ ഒരു ക്ലാസ് നടത്തുന്നുണ്ട്. പിന്നെ അമീനുല്ലാ സുല്ലമിയാണ് ക്ലാസ് എടുക്കുന്നത്. എല്ലാവരുടെയും സാന്നിധ്യം ഇങ്ങനെയുള്ള ക്ലാസ്സുകളിലൊക്കെ ഉണ്ടാവുകയാണ് എങ്കിൽ ആ ഒരു ക്ലാസ്സുകൾ, അങ്ങനെയുള്ള ക്ലാസ്സുകൾ ഒരു മാസത്തിൽ ഒരിക്കലാകുമ്പോൾ കുറച്ചൊക്കെ ഒരു മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ നമ്മളൊന്ന് ക്ഷമിച്ച് കേട്ടിരിക്കുകയാണെങ്കിൽ വല്ലാത്തൊരു തുറവി, നമുക്കൊരു ആത്മാർത്ഥമായ ഒരു തുറവി നമുക്കൊക്കെ മനസ്സിന് കിട്ടും. ഇങ്ങനെ ഖുത്ബകളിലൊക്കെ ചുരുങ്ങിയ വാക്കുകളിലൊക്കെ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുള്ളൂല്ലോ. അതുകൊണ്ടൊക്കെ തന്നെ ഇങ്ങനെയുള്ള അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തും. അങ്ങനെ വരുമ്പോൾ ഒരു മഹല്ല് എന്നുള്ള നിലക്ക് മാതൃകാപരമായ ഒരു ഇസ്ലാമിക ജീവിതമുള്ള ആളുകളാണ് ആ പള്ളിയിൽ പോകുന്നവർ എന്നുള്ള ഒരു നിർവൃതി അത് അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് ലഭ്യമാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. പോരായ്മകൾ വരാം, അള്ളാഹു നമുക്കെല്ലാവർക്കും മാപ്പ് നൽകുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾ സംഭവിച്ചു പോകുന്ന എല്ലാ തെറ്റുകുറ്റങ്ങൾക്കും നാഥ റബ്ബേ ഞങ്ങൾക്ക് നീ മാപ്പ് നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, ദയാപരനും സർവ്വലോക പരിപാലകനും സംരക്ഷകനുമായ നാഥ, നരകത്തിന് കാരണമാകുന്ന, നരകശിക്ഷയ്ക്ക് കാരണമാകുന്ന എല്ലാ തിന്മകളിൽ നിന്നും വിട്ടുനിൽക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ റബ്ബേ. നന്മകൾ ജീവിതത്തിൽ ഏറ്റെടുക്കാനും ജീവിതത്തിൽ മാതൃകയാക്കാനും നാഥ നീ അനുഗ്രഹിക്കണമേ റബ്ബേ. ജീവിതത്തിൽ നന്മകൾ ധാരാളമായി ഏറ്റെടുത്ത് നാളെ നിന്റെ അടുക്കൽ സ്വർഗം പുൽകുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കളിൽ നാഥ, ഞങ്ങളുടെ മക്കളിൽ ഞങ്ങൾക്ക് നീ കൺകുളിർമ പ്രദാനം ചെയ്യണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ ഉമ്മമാരിൽ ഉപ്പമാരിൽ വളരെയേറെ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർ, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർ, ആരോഗ്യപരമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, നാഥ നീ നല്ല സമാധാനവും രോഗശാന്തിയും ശമനവും നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. ഞങ്ങൾക്ക് മുൻപേ ഈ ദുനിയാവിനോട് വിട പറഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട എല്ലാവർക്കും നീ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ ഞങ്ങൾക്ക് നന്നാക്കി തരണമേ റബ്ബേ. നാളെ നാടിനും ഉമ്മാക്കും ഉപ്പാക്കും ഈ ജനതക്കും സമൂഹത്തിന് ഉപകാരപ്പെടുന്ന ഒരു നല്ല തലമുറയായി വളരാനുള്ള തൗഫീഖ് ഈ നാട്ടിലെ യുവതലമുറകൾക്ക്, യുവാക്കൾക്ക്, ഞങ്ങളുടെ മക്കൾക്ക് നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുമ്മ അസ്ലിഹ് ലനാ ഫീ ദുർരിയാതിനാ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. والحمد لله رب العالمين والسلام على المرسلين.